തെളിവുകൾ ജയിക്കുന്നവർ, അതാണ് കോടതി. ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്രെയിലർ കാണായിരുന്നു. വേറെ ഏത് മൂവിയുടെ അല്ല, JSKയുടെ ട്രെയിലറായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു സാധനം കൊണ്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. പൊളിറ്റിക്സ് ആൻഡ് മലയാളം മൂവീസ് അല്ലേ? അതെ, കുറേ ചർച്ചകളും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അടിപൊളി ട്രെയിലർ. ഞാൻ ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം ആ മൂവിക്ക്. 20th റിലീസാണ്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം ആ മൂവിക്ക് വേണ്ടിയിട്ട്. എന്താണ് ആ ട്രെയിലറിൽ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? മെയിൻ സംഭവം എന്താന്ന് വെച്ചാല്, എന്താ പറയാ, എനിക്ക് കോർട്ട് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കേസും അതിന്റെ വാദവും എല്ലാം, അങ്ങനത്തെ ടൈപ്പ് മൂവീസ്. ഈ അടുത്ത് നേര് പോലത്തെ കുറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ തരത്തില്. The factor is സുരേഷ് ഗോപി. അതെ, സുരേഷ് ഗോപിയുടെ ആ ഒരു പഞ്ച് ഡയലോഗ്സ്. അതെ, മലയാളം മൂവീസിൽ ഇമാതിരി പഞ്ച് ഡയലോഗ് പറയാൻ പറ്റുന്ന നടൻ വേറെ ആരോ ഉള്ളേ അല്ലേ? എല്ലാരും പറയും സുരേഷ് ഗോപിയുടെ സ്റ്റൈല് വേറെ. പക്ഷെ സുരേഷ് ഗോപി റീലും റിയലും അങ്ങനെയാണ്. അതാണ് ഏറ്റവും വലിയ. അതിപ്പോ എനിക്ക് തോന്നുന്നു റീലിന്ന് റിയൽ അത് പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്ത് പുള്ളി അങ്ങനെ ആയതാവാം. പക്ഷെ ആളുടെ സംസാരം, ആളുടെ ആ ഡയലോഗ് ഡെലിവറി ഒക്കെ എന്തായാലും സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇന്നും ഒരു എനർജി അല്ലെങ്കിൽ നമുക്കൊരു ആവേശം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ സിനിമയൊക്കെ കുറെ ആയിപ്പോ നമ്മൾ കണ്ടിട്ട് അല്ലെ? ഇപ്പൊ ഒരു ചിന്താമണി കൊലക്കേസ് ഒക്കെ ഇതേപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ട് വന്നു. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഇപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 സിനിമ പെട്ടെന്ന് ഓർമ്മ ഫസ്റ്റ് വരുമ്പോ തന്നെ നമ്മുടെ പോലീസ് കഥാപാത്രം കമ്മീഷണർ, പിന്നെ ലേലമുണ്ട്, വാഴുന്നൂറുണ്ട്, ഇങ്ങനെ കിടക്കും FIR. അതിപ്പോ ഇതുപോലത്തെ കുറെ സിനിമകൾ സുരേഷ് ഗോപിയുടെ ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് ഇതിലെല്ലാം ഒരു പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സിനിമകളാണ്. അല്ലെങ്കിൽ ഇതിലെ ഹീറോസിന് എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കും, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു അനീതിക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമകളാണ് കൂടുതൽ ഇവരൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതേപോലത്തെ സിനിമകൾ കുറവാണ് അല്ലേ? അതായത് ഇപ്പൊ നമ്മളിപ്പോ അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മലയാളത്തിലെ ഈ ഒരു പൊളിറ്റിക്കൽ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 70s മുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കെ ഒരു നമ്മളൊക്കെ കണ്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ഒരു കാസറ്റ് ഒക്കെ എടുത്ത് കണ്ടു തുടങ്ങുകയാണെങ്കിൽ പോലും IV ശശി, ടി ദാമോദരൻ, ഈ ഒരു കോമ്പോന്റെ സിനിമകൾ അതിൽ എടുത്തു പറയേണ്ട സിനിമയാണ്. അത് എല്ലാവരും, ഞാനൊക്കെ ജനിക്കുന്ന മുമ്പ് സിനിമയാണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങാടി. നമ്മുടെ എല്ലാവർക്കും അറിയാം. അത് അന്നത്തെ എനിക്ക് തോന്നുന്നു 1980 വിഷു സീസണിൽ ഇറങ്ങിയ സിനിമയാണ്. അത് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതായത് ജയൻ ശരിക്കും സൂപ്പർ, ആ വർഷം തന്നെ അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ ആ സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിയ സിനിമയാണ്. അത് ഇന്നും ആഘോഷിക്കണം. അതായത് IV ശശി, ടി ദാമോദരൻ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങാടി പറയാം, ഈ നാട്, പിന്നെ മണിരത്നത്തിന്റെ സിനിമയാണ്. അതായത് ടി ദാമോദരന്റെ ഒരു സ്ക്രിപ്റ്റിംഗ്. IV ശശി പല ടി ദാമോദരൻ ആയാലും MT ആയാലും ഒരുപാട് പേരുടെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടി ദാമോദരന്റെ സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ ഉണരും മണിരത്നത്തിന്റെ ഏക മലയാള സിനിമയാണ്. പലർക്കും അറിയുമായിരിക്കും. അത് ടി ദാമോദരന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്സിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ, അതായത് തൊഴിലാളി മുതലാളി പ്രശ്നങ്ങൾ, പിന്നെ അന്നത്തെ രാഷ്ട്രീയ, അതായത് അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ജനം എന്ന് പറയുന്ന ഒരു സിനിമ ടി ദാമോദരന്റെ, വിജി തമ്പി ഡയറക്ട് ചെയ്ത ജനം എന്ന് പറഞ്ഞ മുരളി ഹീറോ ആയ സിനിമയാണ്. ആ സിനിമയെ കുറിച്ച് ഈ അടുത്ത് വിജി തമ്പി തന്നെ പറഞ്ഞിട്ടുള്ളത്, ദാമോദര മാഷിന്റെ ഒരു പ്രശ്നം കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി പോവാണ്. അതായത് അദ്ദേഹം അന്നത്തെ സീൻ എഴുതുകയാണെങ്കിൽ അന്ന് എന്താണോ ന്യൂസ് പേപ്പറിൽ അന്ന് റെലവെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇവര് പ്ലാൻ ചെയ്തതൊന്നും മാറും. അതായത് ഒരു സീൻ അതില് നമ്മുടെ തിലകനും ജനാർദ്ദനും കൂടിയുള്ള ഒരു സീൻ അന്ന് പ്ലാൻ ചെയ്തത്, ഇവരൊരു 1/2 ദിവസം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എഴുതി വന്നപ്പോൾ 42 പേജ് എന്താണ് 3 ദിവസം എടുത്തു ആ സീൻ ഷൂട്ട് ചെയ്യാൻ. ആ സിനിമ, അതായത് ടി ദാമോദരന്റെ ഒരുപാട് സിനിമകൾ എഴുതി വരുമ്പോൾ എല്ലാം ഷൂട്ട് ചെയ്ത് വരും 3.5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹം കുറെ അറിവ് കൂടുതൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം എഴുതി ഭയങ്കര ഇൻവോൾവ് ആയിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പൊളിറ്റിക്സ് സിനിമകൾ അന്ന് ടി ദാമോദരനാണ് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഒരു തുടക്കം കുറിച്ചതെന്ന് പറയാം. ഈ സമയത്ത് നമുക്ക് പാരലലി പറയാമെങ്കിൽ നമുക്ക് KG ജോർജിന്റെ സിനിമകളുണ്ട്. ഇപ്പൊ നമുക്ക് പഞ്ചവടിപ്പാല പോലത്തെ സിനിമകളൊക്കെ പൊളിറ്റിക്സ് ചർച്ച ചെയ്ത്, അത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഒരു സമാന്തര സിനിമകളെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ്. IV ശശി അല്ലെങ്കിൽ ടി ദാമോദരന്റെ സിനിമകൾ, പിന്നീട് വന്ന ഡെന്നിസ് ജോസഫിന്റെ സ്ക്രിപ്റ്റ്, ഇപ്പൊ നമുക്ക് ന്യൂഡൽഹി പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്.
ഭൂമിയിലെ രാജാക്കന്മാർ കണ്ടിട്ടുണ്ടോ? അതില് നമ്മുടെ ലാലേട്ടൻ മന്ത്രിയാവുന്നതാണ്. അതായത് അടൂർ ബാസി അച്ഛനാണ് ലാലേട്ടൻ്റെ അപ്രതീക്ഷിതമായിട്ട് മന്ത്രിയാവുന്നത്. ആ പുള്ളിക്ക് താല്പര്യമില്ലാത്ത മന്ത്രി പിന്നീട് പുള്ളി ഒരു എന്താ പറയുക അനീതിക്ക് എതിരെ നിൽക്കുന്ന ഒരു മിനിസ്റ്ററായി മാറി. അങ്ങനെയുള്ള ഒരു സിനിമയൊക്കെ ആയിരുന്നു. രാജാവിന്റെ മകൻ പൊളിറ്റിക്സ് പറഞ്ഞൊരു സിനിമയാണ്. രാജാവിന്റെ മകനില് ലാലേട്ടൻ അണ്ടർവേൾഡ് ഡോൺ ആണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന രതീഷ് മിനിസ്റ്ററാണ്. എനിക്ക് തോന്നുന്നില്ല ആഭ്യന്തരമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ മിനിസ്റ്ററാണ്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ക്ലൈമാക്സിൽ ലാലേട്ടനാണ് മരിക്കുന്നത്. അതായത് മിനിസ്റ്റർ മരിക്കുന്നില്ല. അതായത് അത് മിനിസ്റ്റർ മരിക്കുന്നില്ല ആ സിനിമയിൽ. അതിൽ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് സിനിമകൾ പിന്നീട് ഒരു 80s കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ദാമോദരൻ മാഷ്, രഞ്ജി പണിക്കരുടെ രഞ്ജി പണിക്കർ പിന്നെ അതായത് ദാമോദരൻ മാഷും ഡെന്നിസ് ജോസഫും ഒക്കെയാണ് കൂടുതൽ പൊളിറ്റിക്സ് സിനിമകൾ ആ സമയത്ത് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് 90s വന്നു കഴിഞ്ഞാലാണ് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ കൂട്ടുകെട്ട് തുടങ്ങി. അതിൽ രഞ്ജി പണിക്കരുടെ സിനിമകൾ അതായത് ഒരു തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സിനിമ, അന്ന് വരെ തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സിനിമയൊന്നും മലയാളത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകൾ വന്നിട്ടില്ല. തലസ്ഥാനം സിനിമയിൽ ഈ പറഞ്ഞ പോലെ രഞ്ജി പണിക്കർക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. അതിനു മുമ്പ് രഞ്ജി പണിക്കർ ഷാജി കൈലാസ് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഈ ഡോക്ടർ പശുപതി പോലത്തെ സിനിമകളൊക്കെയാണ് രഞ്ജി പണിക്കർ അന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ തലസ്ഥാനം ചെയ്യുന്നത് അതിൽ അവർക്ക് ആ സമയത്ത് ഒരു മാഗസീനിൽ ഇന്ത്യ ടുഡേയിൽ ഇപ്പോൾ ഏതോ ഒരു വിദ്യാർത്ഥി സമരത്തിൽ, അത് കേരളത്തിലെല്ലാം തോന്നുന്നത്, ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ ഇടയിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അറിയാതെയോ എന്തോ തീ കൊളുത്തി കത്തുന്നു, അതെല്ലാവർക്കും സ്പ്രെഡ് ആവുന്നു. ഈ ഒരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഒരു വന്നത്. ആ സിനിമയിലാണ് ഒരു സ്റ്റുഡന്റ് പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്തത്. സ്റ്റുഡന്റ് പൊളിറ്റിക്സ് സിനിമകൾ അതിന് മുമ്പും ലാലേട്ടനൊക്കെ അഭിനയിച്ച ചെപ്പ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കുറച്ചൊക്കെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിരുന്നു പൊളിറ്റിക്സ് എന്ന് പറയാം. കൂടുതൽ വേറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രഞ്ജി പണിക്കർ വന്നിട്ട് തലസ്ഥാനം നമുക്ക് പറയാം. നമുക്ക് അതിനുശേഷം സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് അന്ന് കോമഡിയോ അല്ലെങ്കിൽ ഒരു കൊമേഡിയനായിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകളോ അല്ലെങ്കിൽ കോമഡി ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്ന ജഗദീഷ് അതിലൊരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് വന്ന് ചീഫ് മിനിസ്റ്റർ ആവുന്ന, അതിലൊരു വലിയ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മീഷണർ പോലത്തെ സിനിമകൾ, കിങ് എന്ന് പറയുന്ന സിനിമ, ഇതിൽ നായകന്മാര് പൊളിറ്റീഷ്യൻസ് അല്ല, പക്ഷെ ഒരു പോലീസ് ഓഫീസറാണ്. അതെ, പൊളിറ്റീഷ്യനായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ഒരു ഹെഡ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരു കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷെ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എപ്പോഴും ടോപ്പ് പൊളിറ്റീഷ്യൻസ് ആയിരിക്കും. ഇപ്പോ മറ്റേ കിങ്ങില് രാജ്യസഭ MP ആണ് വില്ലൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്മീഷണറിൽ ബിസിനസ്മാൻ ആണ് വില്ലൻ. പക്ഷെ ഈ ബിസിനസ്മാനെ കൺട്രോൾ ചെയ്യുന്ന അതില് മോഹൻ തോമസിന്റെ ക്യാരക്ടർ പറയുന്നത് നമുക്ക് എന്തിനാണ് അധികാരം നമ്മുടെ കൈവെള്ളയിലല്ലേ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് അന്ന് ഇപ്പൊ ഈ JSK കണ്ടു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ഉറപ്പാണ് JSK വന്നു കഴിഞ്ഞാൽ അതിനൊരു ഒപ്പീനിയൻ വന്നാൽ ഇടിച്ചു കയറിയ ആൾക്കാർ കാണും, ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് അതുപോലത്തെ സിനിമകൾ ഇപ്പൊ പൊളിറ്റിക്സ്, നമുക്ക് ശ്രീനിവാസന്റെ സിനിമകളുണ്ട്, സന്ദേശം പോലത്തെ ഒരു ആക്ഷേപഹാസ്യ സിനിമകളുണ്ട്, അതിന്നും വരുന്നുണ്ട്. അതേപോലത്തെ കുറച്ച് സിനിമകളൊക്കെ ആക്ഷേപഹാസ്യ സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇപ്പൊ കമ്മീഷണർ എടുത്തു പറയാം, അതൊക്കെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോസ് ആണ്. നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന തരത്തിലാണ് ആ സിനിമകളുടെ ഒരു മേക്കിംഗ്. ഒരു ഇപ്പോൾ കമ്മീഷണറിലും കിങ്ങിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു വലിയ തിന്മ അതിൻ്റെ എതിരെ നിൽക്കുന്ന ഒരു ഹീറോ, ആ ഹീറോയുടെ ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആ ഒരു എഗെയിൻസ്റ്റ് കാണിക്കുന്നത് ത്രൂ ഡയലോഗ്സ് ആണ്. സ്ട്രോങ് ആയിട്ട് പറയുന്ന, ആ സ്ട്രോങ് ആയിട്ട് അവർ കാണിക്കുന്ന ഡയലോഗ്സ് ആണ് നമുക്ക് ആ ഒരു എതിർപ്പിന്റെ ആ ഒരു സ്ട്രോങ്നെസ് എത്രയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ആ ഒരു ഇമ്പാക്ട് കിട്ടുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പടങ്ങൾ ഇപ്പൊ ഇല്ല, ആ ഒരു സ്ട്രോങ് ഡയലോഗ് ഡെലിവറി ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതായത് കമ്മീഷണർ സിനിമയിൽ IPS ഓഫീസർ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഡോർ അടച്ചിട്ട് ഡയലോഗ് പറയണം. എന്നിട്ട് പറയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് തൊപ്പി എടുത്ത് വയ്ക്കാം സാറ്, ഞാൻ എന്നോടൊന്നും പറയില്ല. കിങ് സിനിമയിലെ കളക്ടർ മിനിസ്റ്ററുടെ അടുത്ത് പറയാണ്, ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതുവരെ സാറിന് വിളിച്ചിട്ട് പേരെടുത്ത് വിളിച്ചിട്ട് ഒരു ഹീറോയിസം ഡയലോഗ്. അതായത് റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കില്ല. പക്ഷെ നമ്മളതൊക്കെ കൈയടിച്ചവരാണ്. പക്ഷെ ഇന്ന് അങ്ങനെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറയാം, ഇന്ന് രണ്ട് രീതിയിൽ പല ആളുകളും ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇന്ന് നെടുനീളം ഡയലോഗുകൾ ഇന്ന് അംഗീകരിക്കില്ല,
അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ റിയലിസ്റ്റിക് സിനിമകൾ മാത്രമേ അംഗീകരിക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്നും എന്തുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് കമ്മീഷണർ ആൾക്കാർ യൂട്യൂബിൽ കാണുന്നു? ഇപ്പോഴും ഞാൻ പറഞ്ഞ കമ്മീഷണർ ടിവിയിൽ ഇപ്പൊ സന വീട്ടിൽ പോയി ടിവിയിൽ കമ്മീഷണർ വന്നാൽ ഒന്നിരുന്ന് കാണില്ലേ? ഇന്ന് കിങ് സിനിമ ഒന്നിരുന്ന് കാണില്ലേ? ഇപ്പൊ നമ്മൾ പറയും സിനിമകളിൽ പാട്ട്, ഇപ്പോൾ സിനിമകളിൽ ഈ പാട്ടുകൾ കുറവാണ്, ഈ ലിപ്പ് പാടിയുന്നത് പാട്ടുകൾ ഇല്ല, സിനിമയിൽ പാട്ട് കുറഞ്ഞു തുടങ്ങി, മാസ് മസാല സിനിമകൾ കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ചോട്ടാ മുംബൈ ആൾക്കാർ വീണ്ടും കയറി കൈയടിക്കും. എനിക്ക് തോന്നുന്നത് ആക്ടേഴ്സിലിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ JSK ഇറങ്ങുന്നു, അതിലൊരു ഇതേപോലെ നെടുനീളം ഡയലോഗ് കൊണ്ടുവരുന്നത് സുരേഷ് ഗോപി അത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ സുരേഷ് ഗോപിയുടെ പകരം വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആണെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് അയ്യോ ഇവർക്ക് അത് പറ്റുമോ, ആ ഒരു ക്വസ്റ്റ്യൻ അവർ പലപ്പോഴും വെക്കാറുണ്ട്. അത് ചെയ്തു നോക്കാം. ഞാൻ പറയാം, ഇപ്പൊ സുരേഷ് ഗോപി കമ്മീഷണർ ചെയ്യുമ്പോൾ അന്ന് സുരേഷ് ഗോപി ഇന്നത്തെ സുരേഷ് ഗോപി അല്ല. അതായത് സുരേഷ് ഗോപി തുടക്കകാലത്ത് സോഫ്റ്റ് റോളുകൾ ചെയ്തിരുന്ന ആളാണ്. അത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഈ നമുക്കറിയാം ഇപ്പൊ പപ്പയുടെ സ്വന്തം അപ്പൂ സിനിമയിൽ ഒരു ഡോക്ടറായിട്ട് വന്നു. അതിനു മുമ്പ് സുരേഷ് ഗോപി സമൂഹം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അതൊരു പൊളിറ്റിക്സ് സിനിമയാണ്. അതിൽ സുഹാസിനിയാണ് ഹീറോയിൻ. സുഹാസിനി അതിൽ അപ്രതീക്ഷിതമായിട്ട് സുഹാസിനി MLA ആവുന്ന നിൽക്കുന്നതാണ്. സുഹാസിനിയുടെ ഒരു മൊറച്ചെറുക്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അതിൽ പിന്നെ ഭയങ്കര നീളുന്ന ഡയലോഗ് പറഞ്ഞ ആളല്ല, ഒരു പാവം സുരേഷ് ഗോപിയാണ്. തൂവൽ സ്പർശം എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ഗോപി ഉണ്ട്. നമുക്ക് തുടക്കകാലത്ത് സുരേഷ് ഗോപി ഒന്നും അങ്ങനെ നീളുന്നൂടെ പറഞ്ഞ ഡയലോഗ് പറയുന്ന സുരേഷ് ഗോപി അല്ല. ആ സുരേഷ് ഗോപിനെയാണ് രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് വന്ന ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റിയത്. ജഗദീഷിനെ കൊണ്ട് സ്ഥലത്തെ പ്രധാന പയ്യൻ സിനിമയിൽ ഒറ്റ ഷോട്ടിൽ ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 3-4 മിനിറ്റ് ഡയലോഗാണ്. അന്നത് ജഗദീഷ് പറയുമ്പോൾ ജഗദീഷിന്റെ തരത്തിലാക്കി പറഞ്ഞു. ഇപ്പൊ നമുക്ക് മമ്മൂക്ക ഡയലോഗ് പറയണത് വേറെ തരത്തിൽ പറഞ്ഞു. ഇപ്പോൾ ലാലേട്ടൻ ഡയലോഗ് രഞ്ജി പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ തരത്തിലുള്ള ഒരു മീറ്റർ അല്ല മോഹൻലാലിന്റെ ഒരു മീറ്റർ. അതായത് മോഹൻലാൽ നമുക്ക് രഞ്ജി പണിക്കരുടെ പ്രജയൊന്നും അന്ന് അത് അത്ര ഏറ്റില്ല, മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ. പക്ഷെ മോഹൻലാൽ രഞ്ജിത്തിന്റെ സിനിമകളിൽ 6-ാം നമ്പരം പോലത്തെ സിനിമകൾ വേറെ തരത്തിലുള്ള ഡയലോഗുകളാണ് പറഞ്ഞത്. അതായത് ഇവരൊന്നും വന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞു വന്നതല്ല, ഇവരൊക്കെ അത് ചെയ്ത്, അതായത് ഇവർക്ക് അതുപോലെ എഴുത്തുകാരുണ്ടായിരുന്നു, അവർക്ക് അതുപോലത്തെ സ്ക്രിപ്റ്റുകൾ കിട്ടി, അത് നന്നായിട്ട് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവരത് എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നിട്ട് ഇവർ പെർഫോം ചെയ്തു. ഇന്നും അതുപോലത്തെ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ റൈറ്റേഴ്സും ഫിലിം മേക്കേഴ്സും ഒക്കെ ഒരു എഫേർട്ട് ഇട്ടാൽ സംഭവിക്കാം. കാരണം അത്ര ടാലന്റഡ് ആയിട്ടുള്ള ഹീറോസ് ഇന്നും നമുക്ക് ഉണ്ട്. പക്ഷെ അപ്പോഴൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മലയാളി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അതിനുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മീഷണർ ഇന്നും കാണോ? ഈ മലയാളി ഓഡിയൻസ് എന്ന് പറയുന്ന ഓഡിയൻസ് തന്നെയല്ലേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൈയടിച്ച് വന്നത്. പക്ഷെ ഇപ്പോ പുതിയത് വേറൊരു പ്രശ്നം പറയാം. ഇന്ന് ന്യൂസ് ചാനൽസ് ഒരുപാടുണ്ട്. ഇന്നിപ്പം നമ്മൾ TV തുറന്നാൽ ഈ പൊളിറ്റിക്സിന്റെ പലതരത്തിലുള്ള ചർച്ചകൾ, ചീത്തവിളികളൊക്കെ കേൾക്കുന്നുണ്ട്. അന്ന് അങ്ങനത്തെ ഒരു മീഡിയം ഇല്ലായിരുന്നു. ഈ സിനിമയിലൂടെയാണ് കൂടുതൽ അറിഞ്ഞിരുന്നത്. ഒരു ദൂരദർശനം ഉണ്ടാവും, പിന്നെ ന്യൂസ് പേപ്പേഴ്സ് കേൾക്കും. അപ്പോൾ നമ്മൾ പറയേണ്ട രീതി കുറച്ചും കൂടി വേറെ രീതിയിലേക്ക് മാറ്റേണ്ടി വരും. അതായത് ഇപ്പൊ ഇന്ന് നടക്കണ അതേപടി കൊണ്ടുവെക്കാതെ സിനിമാറ്റിക് ആയിട്ട്, പണ്ടും അങ്ങനെ ചെയ്തിരുന്നത്, സിനിമാറ്റിക് ആയിട്ട് കുറച്ചും കൂടി വേറെ തരത്തിൽ അത് അവതരിപ്പിച്ചാൽ. ഇപ്പൊ ലൂസിഫറിലും എമ്പുരാനിലും പൊളിറ്റിക്സ് പറഞ്ഞു, പക്ഷെ നമുക്ക് ഈ 2 സിനിമകളിലും എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു മേക്കിംഗ് സ്റ്റൈൽ, അതായത് ഒരു ഡയലോഗ്സ് അല്ല, അതിൽ ചെറിയ ചെറിയ ഡയലോഗ്സിലൂടെയൊക്കെ പോകുന്നുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഓർത്ത് വെച്ച് പറയാവുന്ന ഡയലോഗ്സുകൾ ഈ വക സിനിമകൾ കുറവാണ്. അപ്പോൾ വീണ്ടും അതായത് ഒന്നും സങ്കല്പിച്ച് നോക്കി, ഇന്നിപ്പോ ഒരു പൃഥ്വിരാജ് ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വന്നിട്ട് ഒരു അനീതിക്കെതിരെ പോരാടുന്ന, അല്ലെങ്കിൽ ഒരു ടോവിനോ ആയിക്കോട്ടെ, ആസിഫലി ആയിക്കോട്ടെ, ഇവരൊരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് വന്ന് ഇതുപോലെ നല്ല തീപ്പൊരു ഡയലോഗുകളൊക്കെ ചെയ്താലല്ലേ നമുക്ക് അറിയുള്ളൂ നന്നാവില്ലയോ എന്നുള്ളത്. അവര് ചെയ്തിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പം നമുക്ക് പൃഥ്വിരാജ് കുറച്ചൊരു മാസ് സിനിമകൾ പുതിയ മുഖം ചെയ്തു, അതിനുശേഷം ഈ അടുത്ത് കാപ്പൊക്കെ ചെയ്തെങ്കിൽ അതൊന്നും ഒരു പൊളിറ്റിക്കൽ സിനിമകളല്ല. എനിക്ക് തോന്നുന്നു 1 എന്നൊരു സിനിമ അതില് പിന്നെയും ഈ പഴയ ഒരു വൈബില് വരുന്ന കുറച്ച് പക്ഷെ അതിൽ അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള, അതൊരു വേറെ തരത്തിൽ ചെറിയൊരു ഇൻസിഡന്റ്, ചെറിയൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളതിനെ കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു മാസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ, ലാർജർ ദാൻ ലൈഫ്. ഇപ്പൊ പത്രം സിനിമയിൽ സുരേഷ് ഗോപി ഒരു ജേർണലിസ്റ്റ് ആണ്. റിയൽ ലൈഫിലെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇതുപോലെ എങ്ങനെ ജേർണലിസ്റ്റ് ആണ് അല്ല, ഞാൻ പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് സന ഒരു ഓഫീസിൽ, ഒരു പത്രം ഓഫീസിൽ പോയിരുന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ സീനിയറുടെ അടുത്ത് ഇങ്ങനെ
നെടുനീളം ഡയലോഗ് പറഞ്ഞ് റിയൽ ലൈഫാണ്. ഞാൻ പറയാം ഇപ്പം സിനിമ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റാംജി റാവു സ്പീക്കിംഗ് സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യ ദിവസങ്ങളിൽ മോശം ഒപ്പീനിയനായിരുന്നു. ആ സിനിമ കണ്ട സമയത്ത് റാംജി റാവു ആണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ ഗോഡ് ഫാദർ ആണെങ്കിൽ സിദ്ദിഖ് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആ തിയേറ്ററിനകത്ത് കയറിക്കോ, അതിൻ്റെ അകത്ത് നടക്കും എന്ന് പറഞ്ഞു. അതായത് സിദ്ദിഖ് സാർ പറഞ്ഞത് എവിടെ നടക്കാത്തത് അതാണല്ലോ സിനിമ, എവിടെ നടക്കണം നിങ്ങൾ റോട്ടിൽ നിങ്ങൾ കാണും, ഞങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് പറയണ പോലെ എൻ്റെ ഒരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ JSKയുടെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി, കുറെ ഡയലോഗ്, കാരണം ആളുകൾക്ക് ഇഷ്ടം ആണത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ എല്ലാതരം സിനിമകളും വേണം, പക്ഷെ ഇങ്ങനത്തെ എൻജോയ് ചെയ്യുന്ന സിനിമകൾ, തീപ്പൊരി ഡയലോഗ് പറയുന്ന സിനിമകൾ വരട്ടെ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മുടെ ജനഗണമനയില് ജനഗണമന നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം അതിൽ പറഞ്ഞതിൽ ആൾക്കാർ അംഗീകരിച്ചു, നമുക്ക് ആ ഒരു രോമാഞ്ചം അപ്പൊ പൃഥ്വിരാജ് തകർത്തു. അപ്പൊ ചെയ്യാൻ ഇവർക്ക് പറ്റും, അത് കൊടുക്കട്ടെ. ഞാനതാ പറഞ്ഞത് അങ്ങനത്തെ സിനിമകൾ ഇനി വീണ്ടും, അതായത് അങ്ങനത്തെ വരട്ടെ. ഞാൻ പറഞ്ഞ ഒരു വർഷത്തിൽ ഒരു ഫെസ്റ്റിവലിൽ അങ്ങനത്തെ ഒരു സിനിമ വരട്ടെ, ആഘോഷിക്കാൻ ഒരു സിനിമകൾ വരട്ടെ. ഇപ്പൊ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോ സെൻസർ പ്രശ്നങ്ങൾ പണ്ടത്തെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങൾ. ഇപ്പൊ പത്രം സിനിമയൊക്കെ, ക്രൈം ഫയൽ സിനിമയൊക്കെ സെൻസർ ബോർഡിൽ പെട്ട് കിടക്കുന്നു. ന്യൂഡൽഹി സെൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാസങ്ങളോളം പെട്ട് കിടന്ന സിനിമ ഇന്ന് അതിനെക്കാട്ടും പ്രശ്നമാണ്, ഇന്ന് അതിനെക്കാട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ വരട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അന്നത്തെ സിനിമാസ് ഇറങ്ങുമ്പോൾ സെൻസർഷിപ്പ് ബോർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കൂടുതലും സെൻസർഷിപ്പ് ബോർഡ് തിരിച്ചു വന്ന് സിനിമ പുറത്തേക്ക് ഇറങ്ങിയാലും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സെൻസർഷിപ്പ് ഉണ്ട്. അതാണ് പ്രശ്നം. സോഷ്യൽ മീഡിയയിലുള്ള ഒരു അറ്റാക്ക് കുറെ പേർക്ക് അത് താങ്ങാവുന്ന, അതായത് പേഴ്സണൽ അറ്റാക്ക് ആണ് പ്രശ്നം. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ എനിക്ക് തോന്നിയത് പൊളിറ്റിക്കൽ മൂവീസിന്റെ ഒരു ഇപ്പൊ ആൾക്കാർക്ക് പൊളിറ്റിക്സ് പറയണം എന്നുണ്ടെങ്കിലും പറഞ്ഞ ശേഷം വരുന്ന ഒരു എഫക്ട്സ് ഉണ്ട്, അത് കുറച്ച് താങ്ങാനുള്ള ശേഷിയും കൂടെ ഉണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എമ്പുരാനില് എതിരുണ്ടായിരുന്ന ഒരു ക്യാമ്പയിൻ. അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്, എന്തായാലും വരും. അതിപ്പോ ഇതുമായി ബന്ധപ്പെട്ടല്ല, ഒരിക്കൽ അജു വർഗീസ് തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ചുമരിൽ ഒട്ടിച്ച പോസ്റ്ററിനെ പിന്നെ ആൾക്കാർ വന്ന് കരിവരുത്തിക്കോ, എന്താ പറയാ, ആൾക്കാർ വന്ന് കീറുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മളൊരു പബ്ലിക് ഫിഗറാണ്, നമ്മളങ്ങ് ഒട്ടിച്ചു, പിന്നെ എന്ത് സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ പിന്നെ അതിന്, ഞാനെപ്പോഴും പേഴ്സണലി പറഞ്ഞോ, അത് പിന്നെ അതിന്റെ വഴിക്ക് പോട്ടെ, അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. നമ്മളൊരു പബ്ലിക് ഫിഗറാണ്, ഒരു സെലിബ്രിറ്റി ഒരാൾ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തും പറയട്ടെ. പിന്നെ പബ്ലിക് അറ്റാക്ക് വരും, അതിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ എനിക്ക് പൊളിറ്റിക്കൽ മൂവീസിൽ തോന്നിയൊരു കാര്യമാണ്, ഞാൻ ഇപ്പോ സൂര്യചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഫസ്റ്റ് മുതലുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് ഈ തൊഴിലില്ലായ്മ, അങ്ങനത്തെ പൊളിറ്റിക്സ്. അവിടെ എല്ലാം മുന്നിൽ വരുന്ന ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു തോട്ട് പോയിന്റ് ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ മൂവീസിലും ആ ഒരു കമ്മ്യൂണിസത്തിന്റെ എലമെന്റ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് കൂടുതൽ പൊളിറ്റിക്കൽ മൂവീസിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഐ മീൻ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കൂടുതലും ഒരു ഇടതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസാണ് അത്. ഞാൻ പറഞ്ഞ ഇടത് പ്രസ്ഥാനമാണ് കേരളത്തിന്റെ ഒരു വലിയ, നമുക്ക് ഒരിക്കലും അതിനെ എന്താ പറയുക അവഗണിക്കാൻ പറ്റില്ല. കാരണം എത്രയോ നമ്മൾ ലാൽ സലാം സിനിമയെ കുറിച്ച് നമ്മൾ നേരത്തെ പറയേണ്ട ഒരു സിനിമയായിരുന്നു. കാരണം അത് റിയൽ നടന്ന, അതായത് അതെ, ഗൗരിയമ്മ, വർഗീസ് വൈദ്യൻ, ഇവരെ കുറിച്ചുള്ള അത് എഴുതിയ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ലൈഫ് തന്നെയാണ്. ചെറിയ കൽപ്പപാടി അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ലൈഫൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതേപോലെ ഒരുപാട് പേരുടെ എന്താ പറയുക ചോരയും വേർപ്പൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പിന്നെ ഇപ്പോഴും കൂടുതൽ ചില സിനിമകളിൽ അതൊന്ന് ഒരു കയ്യടിക്ക് വേണ്ടി ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത്, അതെനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ കൂടുതലും ഇടത് അനുഭാവികളാണ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു പൾസ്, പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അതിന് നമുക്കിപ്പോ ഒരു കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ചില സിനിമകൾ നമുക്ക് കാണുമ്പോൾ പ്രൊപ്പഗാൻഡ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും, അത് ഇന്ന പാർട്ടീനെ കരിവാരിത്തേക്കൽ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യും, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മളതൊന്നും പറയണ്ട. പക്ഷെ ചില സിനിമകൾ കൂടുതൽ എന്ന് പറയുന്നത് അതൊരു കോമൺ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ
ഒരു സഖാവ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് നമ്മുടെ കേരളത്തിൽ. അതിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവികളല്ലാത്തവർക്ക് പോലും സഖാവ് എന്ന് ഞാൻ പറഞ്ഞപ്പോ EK നായനാര് അല്ലെങ്കിൽ EMS നായനാർ EMSന് ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? BJP-കാരിലെ ആൾക്കാരില്ലേ, അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സുകാരിലെ ആൾക്കാർ. മറ്റേ പൊളിറ്റിക്കൽ പാർട്ടീസ് നോക്കാണ്ട് മനുഷ്യൻ എന്ന നിലയിൽ ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഒരു സിനിമ ഓർമ്മ വരുന്ന FIR ആണെന്ന് തോന്നുന്നു. FIR സിനിമയില് ജനാർദ്ദന്റെ ഒരു ക്യാരക്ടർ, അതായത് അന്നത്തെ ഒരു ചീഫ് മിനിസ്റ്ററൊക്കെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം ജനാർദ്ദന്റെ ക്യാരക്ടർ. FIR അല്ല, സോറി, എനിക്ക് തോന്നുന്നു രൗദ്രത്തിലെ ക്യാരക്ടർ മമ്മൂക്കേനെ നോക്കിയിട്ട് എടാ എടാ എന്ന് വിളിക്കുമ്പോൾ മമ്മൂക്ക പറയും ഈ വ്യക്തി എന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നു നായനാരുടെ ആണെന്ന് തോന്നുന്നു. അതായത് ഇദ്ദേഹം എന്നെ എടാന്ന് വിളിച്ചപ്പോൾ അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോൾ അന്നത് കയ്യടിയിരുന്നു. ആ കയ്യടിച്ചത് നായനാരുടെ ഫോട്ടോ കാണിക്കുമ്പോൾ കയ്യടിച്ചതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഈ പറയണ പോലെ തന്നെയാണ് ഇപ്പൊ നായനാറിനെ ആയാലും EMS ആയാലും. ഇപ്പൊ നമുക്ക് ഇപ്പൊ K കരുണാകരനെ കളിയാക്കുന്ന തരത്തിൽ രഞ്ജി പണിക്കരുടെ സിനിമകൾ വന്നിട്ട് പോലും K കരുണാകരൻ അത് എൻജോയ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞ ചിലവർക്ക് അത് വ്യക്തിപരമായിട്ട് എഫക്റ്റ് ചെയ്യും, പക്ഷെ ചിലവർ അത് അംഗീകരിക്കുന്നു. ഇപ്പൊ തലസ്ഥാനം സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണ്ടേ. എനിക്ക് തോന്നുന്നു തലസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു മധുസാറും ഉണ്ട്, ജനാർദ്ദനും ഉണ്ട്. ഒരാൾ പ്രതിപക്ഷ നേതാവ്, ഒരാൾ ചീഫ് മിനിസ്റ്ററാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന ഒരാവശ്യം വരുമ്പോൾ ഫോൺ അടിച്ചിട്ട് ചേട്ടാ അതൊന്ന് ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള സൗഹൃദം അതിൽ കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പോസിറ്റീവായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് ഇതേപോലത്തെ JSK പോലത്തെ സിനിമകളൊക്കെ വരട്ടെ. ഇതേപോലത്തെ ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് മാത്രമാണ്, പത്രം സിനിമ, ലേലം സിനിമ, ഇതുപോലത്തെ സിനിമകളൊക്കെ സ്ട്രോങ് ജേർണലിസം അല്ലെങ്കിൽ സ്ട്രോങ് പോലീസ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഇപ്പൊ കമ്മീഷണർ കാണുമ്പോൾ ഏതൊരു മലയാളികളും ഏതൊരു കുഞ്ഞു കുട്ടിക്കാണെങ്കിലും എന്തെങ്കിലും ആ കമ്മീഷണറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജോസഫ് അലക്സിനെ കാണുമ്പോഴൊക്കെ ഒരു വട്ടെങ്കിലും IAS ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഒരു പോലീസ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതിന് സിനിമയായിട്ട് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇപ്പോ കമ്മീഷണർ സിനിമയിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ മറ്റേ കമ്മീഷണർ ഭരചന്ദ്രൻ ഫോൺ എടുത്തിട്ട് ഷിറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഭരചന്ദ്രൻ ജീപ്പിൽ പോയിട്ട് ആ മറ്റേ ബൈജുവിന്റെ ക്യാരക്ടർ ഇരിക്കുന്നത്. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു കമ്മീഷണർ ഇതേപോലെ കമ്മീഷണർ കോൾ വരുന്നു? എനിക്ക് തോന്നുന്നില്ല കമ്മീഷണർ അപ്പൊ തന്നെ ഫോൺ എടുത്ത് ഇറങ്ങും. റിയൽ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും കമ്മീഷണർ റോട്ടിൽ ഇറങ്ങി അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പക്ഷെ സിനിമയിൽ അത് SI വരെ അടിക്കുമായിരിക്കും, സർക്കിൾ വരെ തല്ലുമായിരിക്കും. ഒരു IPS ഓഫീസർ പോയിട്ട് ഇടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ സിനിമയിൽ നമ്മളത് കൈയടിക്കട്ടെ, അങ്ങനെ സിനിമകൾ വരട്ടെ, കൈയടിക്കട്ടെ, അല്ലേ? JSKനെ കുറിച്ച് പറയാം. സുരേഷ് ഗോപി ഫാൻ JSK ഇങ്ങനെ എന്താ പറയാ റിലീസിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ പഴയ ഒരു ഓറ കിട്ടിയിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറീസും ആ ഒരു ക്യാരക്ടറൊക്കെ പോലെ കാണണമെന്നാണ്. അപ്പോൾ അതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങൾ വരട്ടെ എന്ന് ഇനിയും ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.